പ്രവാചക വചനങ്ങളിൽ നിന്നും അല്പം കാര്യങ്ങൾ അറിയാൻ ഹദീസിൽ നിന്നും പ്രവാചകവാണിയിലേക്ക് സ്വാഗതം. നമ്മുടെ കുടുംബം അത് വെറുമൊരു രക്തബന്ധമല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ആശ്രയമാണ്. ജീവിതമാണല്ലോ, പ്രശ്നങ്ങളുണ്ടാകും. ഭാര്യയും ഭർത്താവും തമ്മിൽ, മക്കളും മാതാപിതാക്കളും തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ കുടുംബത്തിൽ നിന്നും ഇറക്കിവിടുകയോ ബന്ധം മുറിച്ചു കളയുകയോ ചെയ്യുന്നത് ഭയങ്കര തെറ്റാണ്. ബുഖാരി, മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായി ഇതിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബന്ധം മുറിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന്. എത്ര വലിയ മുന്നറിയിപ്പാണിത്! ഇവിടെ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽ ഒരാളായി കണക്കാക്കപ്പെടാനാകില്ല എന്നർത്ഥം. അതെ, നമ്മെ വേദനിപ്പിച്ചവർ ഉണ്ടാകും, നമ്മളോട് അന്യായം ചെയ്തവരുമുണ്ടാകും. പക്ഷേ അതിൻ്റെ പേരിൽ അവരോട് പിണങ്ങി നിൽക്കുകയോ ബന്ധം മുറിക്കുകയോ ചെയ്താൽ പ്രശ്നം തീരുന്നില്ല, മറിച്ച് അത് നമുക്ക് തന്നെയാണ് ഹാനികരം. മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം കൂടി പറയുന്നുണ്ട്: ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. അതുകൊണ്ട് ദൈവഭയമുള്ള ഒരാൾ എപ്പോഴും ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കും. വിളിക്കൂ സഹോദരങ്ങളെ, സന്ദേശങ്ങൾ അയക്കൂ, എങ്ങനെയുണ്ട് എന്നൊരു വാക്ക് ചോദിക്കൂ. അതുകൊണ്ട് ഹൃദയങ്ങൾ മൃദുവാകും. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ പുണ്യത്തിനുള്ള വഴിയാക്കാം, നരകത്തിലേക്കുള്ള വഴിയല്ല. അള്ളാഹു നമ്മെ എല്ലാവരെയും ബന്ധങ്ങൾ പുതുക്കുന്നവരാക്കട്ടെ.